ഷൊർണൂർ മുനിസിപ്പാലിറ്റി 1-ാം വാർഡ് കണയം കൈനിപ്പാലം മുതൽ ശ്രീകുറുമ്പക്കാവ് ക്ഷേത്രം വരെയുള്ള റോഡിൻ്റെ റീടാറിങ്ങിൽ വൻ അഴിമതിയെന്ന് BJP. 20 ലക്ഷം രൂപ ചെലവഴിച്ച അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിലൂടെ ഭയാശങ്കയോടെയാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചു. വർഷങ്ങളായി വാർഡ് സഭകളിൽ നിരന്തരം ഉന്നയിക്കുന്ന റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് 3 ദിവസം മുൻപാണ് ജനങ്ങൾക്കായി പാത തുറന്നുകൊടുത്തത്. 20 ലക്ഷം രൂപ ചെലവഴിച്ച് ചെയ്ത റോഡിലൂടെ ഭയാശങ്കയോടുകൂടിയാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത്. ജനദ്രോഹപരമായ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കരാറുകാരൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കേടുവന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഗുണനിലവാരത്തോടുകൂടി ശരിപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം വലിയ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP പ്രവർത്തകർ അറിയിച്ചു. നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലെ റോഡ് ടാറിങ്ങിൻ്റെ ഗുണനിലവാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ടാർ ചെയ്ത് ജനങ്ങൾക്കായി ഗതാഗത യോഗ്യമാക്കി തുറന്നു കൊടുത്തു. 20 ലക്ഷം രൂപ ചെലവഴിച്ച് നേരെയാക്കിയ റോഡിൻ്റെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയാണിത്. 2 ദിവസത്തിന് ശേഷം കാണുന്ന അവസ്ഥയാണിത്. ഇത്തരത്തിലാണ് റോഡിൻ്റെ ടാറിങ് പല സ്ഥലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതൊരു പകൽക്കൊള്ള എന്ന രീതിയിലാണ്, ഇതൊക്കെ ഈ പുല്ലുവായ മടക്കുന്ന രീതിയിലാണ് ഈ ടാറൊക്കെ എടുക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഇത്തരത്തിൽ അടർന്ന് പോരുന്ന രീതിയിലാണ് പണി നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ നടക്കുമ്പോൾ തന്നെ വീഴുന്ന ഒരു അവസ്ഥയാണ്. ഒരു ബൈക്ക് സ്റ്റാൻഡിട്ട് റോഡിന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൈക്ക് മറിഞ്ഞു വീഴുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.